എക്സ് ആൻഡ് വൈ US ചാനലിൻ്റെ പുതിയ സോഷ്യൽ സയൻസ് എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ്, അഥവാ മധ്യകാല ഇന്ത്യയിലെ സാംസ്കാരിക മുന്നേറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ ചുരുക്കത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പേ എക്സ് ആൻഡ് വൈ US കമ്മ്യൂണിറ്റിയെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താണ്. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ മാത്രം ഇത് അറിയാത്തതായിട്ടുണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവർക്കും ഈ ഒരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് അറിയാം അല്ലേ. ഇതിൽ ടൈംലി അപ്ഡേറ്റും അതേപോലെ തന്നെ ഡെയിലി ക്വിസും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ ഈ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്ലൈഡിലേക്ക് പോവുകയാണ്. എന്താണ് ഭക്തി പ്രസ്ഥാനം എന്ന് നമുക്ക് നോക്കാം. ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് ഭക്തി അടിസ്ഥാനമാക്കി അല്ലേ, ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ തന്നെ എന്തുണ്ട്? ഭക്തി ഉണ്ട് അല്ലേ. അപ്പോൾ എന്തോ ഒരു ഭക്തി ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് നമുക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്. ഫസ്റ്റത്തെ പോയിന്റ് ഇതാണ്: ഭക്തിയെ അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇപ്പം ഭക്തിയെ, ഓരോ ദൈവത്തിനോടുള്ള ഭക്തി അടിസ്ഥാനമാക്കി ഫോം ചെയ്ത ആശയങ്ങളും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുമാണ് ഭക്തി പ്രസ്ഥാനം എന്ന് അറിയപ്പെടുന്നത്. ഇത് നിലനിന്നിരുന്നത് അല്ലെങ്കിൽ ഇത് ഉത്ഭവിച്ചത് എപ്പോൾ മുതലാണ്, അല്ലെങ്കിൽ ഏത് വർഷം വരെ, ഏത് നൂറ്റാണ്ട് വരെയാണ് നമുക്ക് നോക്കാം. അതേതാണ്? 7-ാം നൂറ്റാണ്ട് മുതൽ, അഥവാ 7-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ട് വരെ. ഓക്കെ, അപ്പോൾ എത്രയാണ്? 5 നൂറ്റാണ്ടുകൾ അല്ലേ. ഏകദേശം 500 വർഷങ്ങൾ ആണ് എന്തായിട്ടുള്ളത് ഭക്തി പ്രസ്ഥാനം നിന്നിരുന്നത് അല്ലെങ്കിൽ നിലനിന്നിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മറക്കരുത്. CE 7th century മുതൽ CE 12th century വരെയാണ് ഭക്തി പ്രസ്ഥാനം നിലനിന്നിരുന്നത്. ഓക്കെ, ഇനി എവിടെയാണ് ഭക്തി പ്രസ്ഥാനം എമേർജ് ചെയ്തത്? ഏതൊക്കെയാണ് അതിൽ 2 ഗ്രൂപ്പുകൾ നമുക്ക് നോക്കാം. ഭക്തി പ്രസ്ഥാനം എമേർജ് ചെയ്തിട്ടുള്ളത് സൗത്ത് ഇന്ത്യയിലാണ്. ഓക്കെ, സൗത്ത് ഇന്ത്യയിലാണ് ഭക്തി പ്രസ്ഥാനം എമേർജ് ചെയ്യുന്നത്. അതിൽ തന്നെ എന്തുണ്ടായിരുന്നു? അതിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, 2 ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു, 2 വിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് 2 വിഭാഗങ്ങൾ? ഒന്ന് എന്ന് പറയുന്നത് ആഴ്വാറാണ്. ഈ ആഴ്വാർ എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തരാണ്. ഓക്കെ, ആഴ്വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്ണു ഭക്തരാണ്. അതേപോലെ തന്നെ നായനാർമാരുണ്ടായിരുന്നു. ഈ നായനാർമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അവര് ശിവഭക്തരാണ്. ഓക്കെ, അപ്പൊ 2 ഗ്രൂപ്പാണ്. അതിലെന്താണ്? ഒരു ഗ്രൂപ്പ് വിഷ്ണു ഭക്തരാണ്. അവർക്ക് നമ്മൾ പറയുന്ന പേരാണ് ആഴ്വാർസ് എന്ന് പറയും. അതേപോലെ തന്നെ ശിവഭക്തർക്ക് എന്ത് പറയും? ശിവഭക്തർക്ക് നമ്മൾ പറയുന്നത് നായനാർമാര് എന്നാണ്. ഓക്കെ, ഒന്ന് ഈ സ്ലൈഡ് ബ്രീഫായിട്ട് പറഞ്ഞുതരാം. ഭക്തി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി അടിസ്ഥാനമാക്കി ഉയർന്നു വന്ന ആശയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമാണ്, അത്തരം മൂവ്മെന്റിനാണ് നമ്മൾ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത്. അത് 7-ാം നൂറ്റാണ്ട് മുതൽ 7th century മുതൽ 12th century വരെ ആയിരുന്നു നിലനിന്നിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പ്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? വിഷ്ണു ഭക്തരായിട്ടുള്ള ആഴ്വാർസും ശിവഭക്തരായിട്ടുള്ള നായനാർമാരുമാണ് ആ 2 ഗ്രൂപ്പുകൾ. അപ്പൊ ദക്ഷിണേന്ത്യയിലാണ് ഇത് എമേർജ് ചെയ്തത് എന്നതുകൂടി ഓർമ്മയിൽ വെക്കാം. നമ്മളിനി അടുത്തൊരു സ്ലൈഡിലേക്ക് പോവാണ്. എന്താണ് ദക്ഷിണേന്ത്യൻ ഭക്തി പ്രസ്ഥാനം, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തായിരുന്നു അവർ ഈ മൂവ്മെന്റിലൂടെ ചെയ്തത് എന്നൊക്കെയാണ് ഈ ഒരു സ്ലൈഡിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഭക്തി മൂവ്മെന്റ് ഇൻ സൗത്ത് ഇന്ത്യ? ഡീപ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡൈറ്റി അല്ലേ. അവരാരാധിക്കുന്ന ദൈവത്തോടുള്ള ഭയങ്കരമായ ആരാധന, അതിൻ്റെ ഡീപ്പായിട്ടുള്ള ആരാധനയാണ് ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വൺ. ഇനി സെക്കൻഡ് വൺ എന്താണ്? കമ്പോസിഷൻ ആൻഡ് സിംഗിങ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ് അല്ലേ. ലോക്കലായിട്ടുള്ള അവരുടെ തനതായ ഭാഷയിൽ അവരെന്താക്കുകയാണ്? ഈ ദൈവത്തെ പ്രകീർത്തിച്ചു അതേപോലെ തന്നെ പുകഴ്ത്തിയൊക്കെ പാട്ടുകൾ പാടുകയും രചിക്കുകയും ഒക്കെ ചെയ്യലാണ് ഈ 2ാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 3ാമത്തെ എന്ന് പറഞ്ഞാൽ ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ഇവരെ ആരാധിക്കുന്ന ദൈവത്തിനോടുള്ള സ്നേഹവും അതിൻ്റെ മുന്നിലുള്ള ഒരു സമർപ്പിത ജീവിതവുമാണ് ഈ ഭക്തി മൂവ്മെന്റ്സിൻ്റെ ഒരു 3ാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനിയുള്ളത് ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. നമുക്കറിയാം അല്ലേ, മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിലൊക്കെ ജാതി പ്രശ്നം ഭയങ്കര രൂക്ഷമായിരുന്നു അല്ലേ, ജാതി വിവേചനങ്ങളൊക്കെ. പക്ഷെ ഈ ഭക്തി പ്രസ്ഥാനത്തിൽ എന്തുണ്ടായിരുന്നില്ല? ജാതി വിവേചനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഏത് ജാതിയുമായിക്കോട്ടെ നിങ്ങൾക്ക് ഈ മൂവ്മെന്റിലേക്ക് എന്തുണ്ടായിരുന്നു? ആക്സസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈക്വലി ആക്സസ് ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അതാണ് 4ാമത്തെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. 5ാമത്തെ എന്താണ്? ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ അല്ലേ. സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള പ്രാധാന്യം ഭക്തി പ്രസ്ഥാനം
കൊടുത്തിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ 5 പോയിന്റ്സ് ആണ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഡീപ് ഡിവോഷൻ ടു ദ ബിലൗഡ് ഡൈറ്റി. സെക്കൻഡ് പോയിന്റ് കമ്പോസിഷൻ ആൻഡ് സിംഗ് ഓഫ് ഡിവോഷണൽ സോങ്സ് ഇൻ വെർണാക്കുലർ ലാംഗ്വേജ്. അല്ലേ, അവരുടേതായ ഭാഷയിൽ അവരെന്താക്കും, ഓരോ പാട്ടുകൾ പാടി ദൈവത്തെ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ഡൈറ്റി എന്താക്കും, പുകഴ്ത്തി കൊണ്ടിരിക്കും. പിന്നെ ലവ് ആൻഡ് സബ്മിഷൻ ടു ഗോഡ്. ഫോർത്ത് വൺ ആക്സസ് ടു ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്. ഫിഫ്ത്ത് വൺ ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ. ഇനി ഒക്കെ നമ്മൾ അടുത്തൊരു കാര്യം പഠിക്കാൻ പോവുകയാണ്. ഭക്തി പ്രസ്ഥാനത്തിൽ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, 2 ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 2 ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ 2 ഗ്രൂപ്പുകൾ ആരൊക്കെയായിരുന്നു? ഒന്ന് വിഷ്ണു ഭക്തരുടെ ഒരു ഗ്രൂപ്പും അല്ലേ, വിഷ്ണു ഭക്തരുടെ ഒരു ഗ്രൂപ്പും അതേപോലെ തന്നെ വിഷ്ണു ഭക്തരുടെ ഗ്രൂപ്പും അതേപോലെ തന്നെ ശിവഭക്തരുടെ ഒരു ഗ്രൂപ്പും ഉണ്ടായിരുന്നു. വിഷ്ണു ഭക്തരുടെ ഒരു ഗ്രൂപ്പും അതേപോലെ തന്നെ ശിവഭക്തരുടെ ഒരു ഗ്രൂപ്പും. ഇനി വിഷ്ണു ഭക്തരിൽ ഫേമസ് ആയിട്ടുള്ള ആളുകൾ, കവികൾ, അല്ലെങ്കിൽ ഈ പാട്ടുകളൊക്കെ പാടി ഈ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നത് ആരൊക്കെയാണ്, അല്ലെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കവികൾ ആരൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ആഴ്വാർമാരുടെ രചനകൾ, അതിൽ ആദ്യം പറയുന്നത് രചനകളെ കുറിച്ചാണ്. ഓക്കെ, കൃതികളെ കുറിച്ചാണ്. ഇവർ എഴുതിയിട്ടുള്ള രചനകൾ അല്ലെങ്കിൽ കൃതികളെ കുറിച്ചാണ് ഇതിൽ ആദ്യം പറയുന്നത്. ആഴ്വാർമാരുടെ രചനകൾ 4000 ദിവ്യ പ്രബന്ധം എന്നും നായനാർമാരുടെ രചനകൾ തിരുമുറൈകൾ എന്നും അറിയപ്പെട്ടു. അപ്പൊ ഇവരുടെ കൃതികളും എന്താക്കിയിട്ടുണ്ട്? 2 രൂപത്തിലാണ് അറിയപ്പെട്ടിട്ടുള്ളത്. ഒന്ന് എന്താണ്? 4000 ദിവ്യ പ്രബന്ധം. ഓക്കെ, 4000 ദിവ്യ പ്രബന്ധം. പിന്നെ തിരുമുറൈകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുമുറൈകൾ എന്ന് പറഞ്ഞാൽ അത് നായനാർമാരുടെ അഥവാ ശിവഭക്തരുടെ എന്താണ്? ശിവഭക്തരുടെ രചനകളാണ്. 4000 ദിവ്യ പ്രബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വിഷ്ണു ഭക്തരുടെ രചനകളാണ്. അപ്പൊ 2 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ 2 വിഭാഗത്തിലും 2 വ്യത്യസ്ത രചനകൾ ഉണ്ടായിരുന്നു. ആ രചനകളിൽ ഒരാളുടെ പേരെന്താണ്? ഒരു രചനയുടെ കൃതിയുടെ പേരെന്താണ്? 4000 ദിവ്യ പ്രബന്ധം എന്നും മറ്റേ നായനാർമാരുടെ രചനകളുടെ പേരുകൾ എന്താണ്? തിരുമുറൈകൾ എന്നുമാണ്. അപ്പോൾ വളരെ സിമ്പിൾ ആണ്. ഈ 2 പേരുകൾ മക്കൾ എന്താക്കുക? മക്കൾ ഒന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തത് ആരൊക്കെയാണ് പ്രധാനപ്പെട്ട ആഴ്വാർമാർ എന്നാണ് നോക്കാം, അഥവാ വിഷ്ണു ഭക്തരെ നോക്കാം. ഒന്നേതാണ്? കുലശേഖര ആഴ്വാർ. ഒന്നാമത് കുലശേഖര ആഴ്വാർ. രണ്ടാമത് പെരിയാഴ്വാർ. ഓക്കെ, പെരിയാഴ്വാർ. പിന്നെ നമ്മാഴ്വാർ, അതേപോലെ തന്നെ ആണ്ടാൾ, അതേപോലെ തന്നെ ഓക്കെ, ഈ 4 ആളുകളാണ് എന്തായിട്ട് മെയിനായിട്ട് ആഴ്വാർമാരിൽ അഥവാ വിഷ്ണു ഭക്തരിൽ ഉണ്ടായിരുന്നത്. ഇനി നോക്കാം ശിവഭക്തരിൽ പ്രധാനികൾ ആരായിരുന്നു, അല്ലെങ്കിൽ ശിവഭക്തരായിട്ടുള്ള നായനാർമാരിൽ പ്രധാനികൾ ആരായിരുന്നു നമുക്ക് നോക്കാം. ഒന്ന് കാരക്കൽ അമ്മയാർ അല്ലേ, കാരക്കൽ അമ്മയാർ. അതേപോലെ തന്നെ അപ്പർ, അതേപോലെ തന്നെ സമ്പന്തർ, അതേപോലെ തന്നെ സുന്ദരർ, അതേപോലെ തന്നെ മാണിക്കവാസകർ. ഓക്കെ, 5 ആളുകളാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ ഈ പേരുകൾ എന്താക്കാം മക്കളൊന്ന് ഓർത്തു വെക്കാം. പ്രധാനമായിട്ടും 2 രചനകൾ ഓർത്തു വെക്കുക. ഒന്ന് ശിവഭക്തരുടെ അഥവാ നായനാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് തിരുമുറൈകൾ എന്നും, വിഷ്ണു ഭക്തരുടെ ആഴ്വാർമാരുടെ രചനകൾ അറിയപ്പെട്ടിരുന്നത് 4000 ദിവ്യപ്രബന്ധം എന്നുമാണ്. പിന്നെ അതിലെ പ്രധാനപ്പെട്ട ആളുകൾ, പ്രധാനപ്പെട്ട ലീഡേഴ്സ് അല്ലെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന കവികൾ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പിന്നീട് മനസ്സിലാക്കിയത്. ഇത് നമുക്ക് അടുത്തൊരു സ്ലൈഡിലേക്ക് പോകാം. അടുത്തൊരു സ്ലൈഡ് എന്ന് പറയുന്നത് അനുഭവ മണ്ഡപം എന്നൊരു ചെറിയൊരു പ്രസ്ഥാനത്തെ കുറിച്ചാണ്. ഈ അനുഭവ മണ്ഡപം എന്ന പ്രസ്ഥാനത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത് 12ാം നൂറ്റാണ്ടിൽ 12th സെഞ്ചുറിയിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ബസവണ്ണ എന്ന് പറഞ്ഞ ആളാണ്. ബസവണ്ണ എന്ന് പറയുന്ന ആളാണ് ഈ അനുഭവ മണ്ഡപം എന്നുള്ള ഒരു സ്ഥാപനം എന്താക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ചർച്ചാ മണ്ഡപമാണ്, ഡിസ്കഷൻ എന്താ പറയുക, ഒരു ഫോറമാണ്, ഡിസ്കഷൻ ഉള്ളൊരു ഫോറമാണ് എന്ത് ഈ അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അത് സ്ഥാപിച്ചത് ബസവണ്ണയാണ്. അത് സ്ഥാപിച്ചത് ഏത് നൂറ്റാണ്ടിലാണ്? 12ാം നൂറ്റാണ്ടിലാണ്. അതിൽ പ്രധാനപ്പെട്ട ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്ന ആരായിരുന്നു? ഒന്ന് അല്ലാ പ്രഭു, രണ്ടാമത് അക്കാ മഹാദേവി. ഇവർ രണ്ടുമായിരുന്നു ഇതിലെ ചർച്ചകൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത്. ഓക്കെ, പിന്നെ ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് പകർന്നു വയ്ക്കും. അപ്പൊ ചർച്ചയിൽ ഉയർന്നു വന്ന ചില എന്തുണ്ടാകും, രചനകൾ ഉണ്ടാവില്ല. അവിടുത്തെ ചർച്ച ബേസ് ചെയ്തുകൊണ്ട് അവിടുത്തെ എഴുത്തുകാർ എഴുതിയിട്ടുള്ള രചനകൾ അതെന്താക്കി വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെട്ടു. അപ്പം വചനങ്ങൾ എന്ന പേരിലാണ് ഈ ചർച്ചകൾ എന്താക്കിയത്, ജനങ്ങളിലേക്ക് എത്തിയത്.
അപ്പോൾ അനുഭവ മണ്ഡപം എന്ന് പറയുന്ന ഒരു ചർച്ചാവേദിയാണ്. ആ ചർച്ചാവേദി സ്ഥാപിച്ചത് 12-ാം നൂറ്റാണ്ടിലാണ്. അത് സ്ഥാപിച്ച വ്യക്തിയുടെ പേര് ബസവണ്ണ എന്നാണ്. അതേപോലെ തന്നെ അവിടെയുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നത് ആരായിരുന്നു? രണ്ടാളുകളായിരുന്നു. ഒന്ന് അല്ലാ പ്രഭു, അതേപോലെ തന്നെ അക്ക മഹാദേവി എന്ന രണ്ടാളുകളായിരുന്നു. ഈ ചർച്ചകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിയത് എന്ത് പേരിലായിരുന്നു? വചനങ്ങൾ എന്ന പേരിലായിരുന്നു ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതുപോലെ എന്തിനെക്കുറിച്ചൊക്കെയാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത്? ഒന്ന്, ജാതി വിവേചനത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നു. പിന്നെ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നു. ചൈൽഡ് മാരേജിനെ കുറിച്ചൊക്കെയാണ് എന്താക്കുന്നത് അവിടെ ചർച്ചകൾ നടക്കുന്നത്. ഒരു ഗുരു അവിടെ ഇരിക്കേണ്ട അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്താക്കുകയാണ്? മറുപടി പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 12-ാം നൂറ്റാണ്ടിലെ ചിന്തകളാണ് എന്ന് വേണം നമ്മൾ എന്താക്കാൻ, മനസ്സിലാക്കാൻ. അപ്പോൾ അനുഭവ മണ്ഡപത്തെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരായിരുന്നു? മറക്കരുത്, എന്താണ്? ബസവണ്ണ. ഓക്കെ, ബസവണ്ണ ആരെ നമ്മൾ പഠിക്കൂട്ടോ. ബസവണ്ണ ആണ് എന്താക്കുന്നത്? ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണത്. ഓക്കെ, ശരി. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബസവണ്ണയെ കുറിച്ചാണ്. ഓക്കെ, ഇതാണ് ബസവണ്ണ. സാർ ഫുൾ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതിയതാണ്. അപ്പം കന്നഡ ദേശത്ത് ജീവിച്ചിരുന്ന ബസവണ്ണ തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവും കവിയുമായിരുന്നു. ഓക്കെ, അപ്പൊ എവിടെയാണ് അദ്ദേഹം ജീവിച്ചത്? കന്നഡ എന്ന് പറയുന്നത് എന്താണ്? കർണാടക ദേശത്ത്. ബസവണ്ണ അദ്ദേഹം എന്തൊക്കെയായിരുന്നു? അദ്ദേഹം തത്വചിന്തകനായിരുന്നു, അല്ലെ? ഫിലോസഫർ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, അല്ലെ? സമൂഹത്തെ പരിഷ്കരിക്കണമെന്ന് ചിന്തിച്ച് നടന്നിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതേപോലെ തന്നെ അദ്ദേഹം നല്ലൊരു കവിയുമായിരുന്നു. ഓക്കെ, അദ്ദേഹം തത്വചിന്തകനാണ്, സാമൂഹ്യ പരിഷ്കർത്താവാണ്, അദ്ദേഹം കവിയുമായിരുന്നു. അദ്ദേഹം സ്ഥാപിച്ച വീരശൈവ പ്രസ്ഥാനത്തിലൂടെയാണ് തൻ്റെ ആശയങ്ങൾ ഏകോപിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ കുറേ ആശയങ്ങൾ അദ്ദേഹം ഏകോപിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം എന്തുണ്ടാക്കി? ഒരു പ്രസ്ഥാനം, ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിലൂടെയാണ് അദ്ദേഹം എന്താക്കിയത്? അദ്ദേഹത്തിൻ്റെ ഐഡിയാസും മെസ്സേജൊക്കെ സ്പ്രെഡ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരാണ് എന്ത്? വീരശൈവ എന്ന് പറയുന്നത്. ഓക്കെ, വീരശൈവ എന്നുള്ളത് ബസവണ്ണ ക്രിയേറ്റ് ചെയ്ത ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് വെച്ച് പറയാം. ഓക്കെ, പിന്നെ തമിഴ്നാട്ടിലെ പ്രശസ്തരായ കവയത്രിമാരായിരുന്നു കാരക്കൽ അമ്മയാർ, ആണ്ടാൾ എന്നിവർ വീരശൈവ പ്രസ്ഥാനത്തിലെ പ്രമുഖയായിരുന്ന അക്ക മഹാദേവി. ഇപ്പൊ ഇവരൊക്കെ എന്താണ്? ഇവരൊക്കെ വീരശൈവ മൂവ്മെന്റിലെ അല്ലെങ്കിൽ ബസവണ്ണ ക്രിയേറ്റ് ചെയ്ത മൂവ്മെന്റിലെ പ്രധാനികളായിട്ടുള്ള ആളുകളായിരുന്നു. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ പ്രശസ്തരായ കവയത്രിമാരായിട്ടുള്ള ആരാണ്? ഒന്ന് കാരക്കൽ അമ്മയാർ, ഓക്കെ, അതേപോലെ തന്നെ ആണ്ടാൾ, അതേപോലെ തന്നെ ഒന്ന് അക്ക മഹാദേവി. ഇവരൊക്കെ വീരശൈവ പ്രസ്ഥാനത്തിലെയും പ്രധാനികളായിരുന്നു എന്ന് വേണം നമുക്ക് എന്താക്കാൻ, നമ്മൾ മനസ്സിലാക്കാൻ. നമ്മളൊരു പുതിയൊരു കാര്യം കൂടി പഠിക്കാൻ പോവുകയാണ് ഈ ഒരു സ്ലൈഡിലൂടെ. എന്താണത്? രണ്ട് പുതിയ പേരുകൾ, അല്ലേ? കബീർ ആൻഡ് ഗുരുനാനക്. ഈ രണ്ട് പേരുകൾ പറയുന്നതിന് മുന്നേ സാർ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. നമ്മൾ ഇതുവരെ പഠിച്ചിരുന്നത് സൗത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെന്റ്സിനെ കുറിച്ചാണ്, അഥവാ ദക്ഷിണേന്ത്യയിലെ ഭക്തി മൂവ്മെന്റ്സിനെ കുറിച്ചായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നമ്മൾ സംസാരിക്കാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെന്റ്സിനെ കുറിച്ചാണ് നമ്മൾ എന്താക്കുന്നത്, ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കബീർ ആൻഡ് ഗുരുനാനക്, ഈ രണ്ട് പേരുകൾ നിങ്ങൾ എന്താക്കണം, ഓർത്തു വെക്കണം. കബീർ ആൻഡ് ഗുരുനാനക് ഇവർ രണ്ടുമായിരുന്നു നോർത്ത് ഇന്ത്യയിൽ. ഇവർ മാത്രമല്ല, വേറെ ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ കാര്യമായിട്ട് പഠിക്കുന്നത് ഈ രണ്ടാളുകളെ കുറിച്ചാണ്. അപ്പൊ ഇവർ രണ്ടുപേരായിരുന്നു മെയിൻ ആയിട്ട് നോർത്ത് ഇന്ത്യയിലെ ഭക്തി മൂവ്മെന്റ്സിന്റെ അല്ലെങ്കിൽ ഭക്തി ട്രഡീഷന്റെ ആളുകൾ. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. 15-ാം നൂറ്റാണ്ടിൽ വടക്കേ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു കബീർ. ഓക്കെ, അപ്പൊ വടക്കേ ഇന്ത്യയിൽ അഥവാ നോർത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു ആര്? കബീർ എന്ന് പറയുന്നത്. അപ്പൊ ഗുരുനാനക്കാരായിരിക്കും 15-ാം നൂറ്റാണ്ടിൽ തന്നെ പഞ്ചാബിലെ ഷേഖ്പുരിയിലെ തൽവണ്ടി, ആ പ്രദേശം ഇപ്പോൾ എവിടെയാണ്? പാകിസ്ഥാനിലാണ്. ഗ്രാമത്തിലാണ് ആര് ജനിച്ചത്? ഗുരുനാനക്ക് ജനിച്ചത്. ഇദ്ദേഹവും എന്തായിരുന്നു? ഒരു ഭക്തി പ്രസ്ഥാനത്തിന്റെ പ്രചാരകനായിരുന്നു. കുറച്ചും ഡീറ്റെയിൽസ് നോക്കാം. ഇവർ രണ്ടാളുടെ ഒരു ഫോട്ടോയാണിത്. ഓക്കെ, ഇത് കബീറാണ്. അതേപോലെ തന്നെ ഇത് കബീർ, അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരുണ്ട്? അദ്ദേഹത്തിന് ഉപദേശം തേടാനോ മറ്റുമായിട്ട് ഒരാൾ വന്നൊരു ഫോട്ടോ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന ഫോട്ടോയാണ്. ഇതാരാണ്? ഇത് ഗുരുനാനക്കാണ്. ഓക്കെ, ഇനി നമ്മളെ അതിനു മുമ്പ് ജസ്റ്റ് ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം. ഈ ഗുരുനാനക്കിന്റെ കുറെ ചിന്തകളും ഐഡിയകളുമാണ് പിന്നീട് എന്താക്കുന്നത്, അദ്ദേഹം എല്ലാ മതത്തിലെയും നല്ല ആശയങ്ങൾ അദ്ദേഹം എന്താക്കുന്നുണ്ട്, സമന്വയിപ്പിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഐഡിയാസും ആ മെസ്സേജുകളാണ് പിന്നീട് സിഖ് മതമായിട്ട് എന്താക്കിയിട്ടുള്ളത്, രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. ഓക്കെ, അഥവാ ഗുരുനാനക്ക് അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത്
അദ്ദേഹം സ്പ്രെഡ് ചെയ്ത മെസ്സേജുകൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് കിട്ടിയതാണ്? അദ്ദേഹം എല്ലാ റിലീജിയനിലെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ടാണ് അത്തരം ഒരു മെസ്സേജും ഒരു ഐഡിയയും ഒരു മൂവ്മെൻറ്റും ഒക്കെ ക്രിയേറ്റ് ചെയ്തത്. ആ മൂവ്മെൻറ്റ് പിന്നീട് എന്താക്കുകയാണ്? സിഖ് മതമായിട്ട് ഉത്ഭവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ കബീറും അദ്ദേഹം ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി ധാരാളം പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം എല്ലാ 2 വേദഗ്രന്ഥങ്ങളും ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും വേദഗ്രന്ഥത്തിൽ അഗാധമായ പാണ്ഡിത്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം അവരുടെ ഒരു ഒരു യൂണിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയും കൂടിയായിരുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കുറച്ച് സ്ത്രീകളുടെ പേരൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? അക്ക മഹാദേവി, അങ്ങനെ കുറച്ച് പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നോർത്ത് ഇന്ത്യയിലെ ഈ ഭക്തി ട്രഡീഷനിലെ സ്ത്രീകൾക്കുള്ള ഇൻവോൾവ്മെൻ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, രാജസ്ഥാനിലെ ചിത്തോറിലാണ് കൃഷ്ണഭക്തയായ മീരാബായി ജീവിച്ചിരുന്നത്. അപ്പോൾ മീരാബായി എന്ന് പറയുന്നത് എന്താണ്? രാജസ്ഥാനിലെ ചിത്തോറിൽ ജീവിച്ച ഒരു ഭക്തി ട്രഡീഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു. ഓക്കെ, അപ്പം ഇതാണ് മീരാബായിയുടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഇമേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വേറെയും ചില ആളുകൾ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് മഹാരാഷ്ട്രയിലെ ബഹിനാബായി, സൊയ്റാബായി, കശ്മീരിലെ ലാൽബായ് തുടങ്ങിയവരും ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സംഭാവന നൽകിയവരാണ്. ഇവരുടെ പേരുകൾ എന്താക്കണം? നമ്മൾ ഓർത്ത് വെക്കണം. ബഹിനാബായി, അതേപോലെ തന്നെ സൊയ്റാബായി, അതേപോലെ തന്നെ കാശ്മീരിലെ ലാൽബായ്, ഇവരും ഭക്തി പ്രസ്ഥാനത്തിന് പ്രചാരണം നൽകിയിരുന്ന ആളുകളാണ്. അപ്പോൾ ഇതാണ് വളരെ ചുരുക്കത്തിൽ നമുക്ക് ഭക്തി പ്രസ്ഥാനത്തെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ സൂഫി ട്രഡീഷനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഭക്തി പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് ദക്ഷിണേന്ത്യയിലാണ് എമേർജ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാലയളവ് എന്ന് പറയുന്നത് എപ്പോഴാണ് ഒന്ന് പറയൂ? എപ്പോഴായിരുന്നു നമ്മൾ പറഞ്ഞത്? 7th century മുതൽ 12th century വരെയാണ്. ദക്ഷിണേന്ത്യയിൽ പ്രധാനപ്പെട്ട 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ശിവഭക്തരായിരുന്നു, മറ്റൊന്ന് വിഷ്ണു ഭക്തരായിരുന്നു. അതേപോലെ തന്നെ അനുഭവ മണ്ഡപത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ? ഒരുപാട് പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു ചർച്ചാ വേദിയായിരുന്നു അനുഭവ മണ്ഡപം എന്ന് പറയുന്നത്. അവിടെ ബസവണ്ണ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് എന്താക്കിയത്? എസ്റ്റാബ്ലിഷ് ചെയ്തത്. അദ്ദേഹം ഒരു തത്വചിന്തകനാണ്, അദ്ദേഹം സാമൂഹ്യ പരിഷ്കർത്താവാണ്, അതേപോലെ തന്നെ അദ്ദേഹം ഒരു കവിയുമായിരുന്നു. അതേപോലെ തന്നെ പിന്നെ നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട 2 ആളുകളാണ്. ആരാണ്? ഒന്ന് കബീറും അതേപോലെ തന്നെ ഗുരുനാനക്കുമാണ്. അതേപോലെ തന്നെ സ്ത്രീ സാന്നിധ്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു അല്ലേ? മീരാബായി എന്ന് പറയുന്ന രാജസ്ഥാനിലെ ചിത്തൂറിൽ ജനിച്ച ഒരു സ്ത്രീയെക്കുറിച്ച് ഒരു ഭക്തി ട്രഡീഷൻ്റെ നേതാവായിരുന്ന ഒരു വനിതയെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ബാക്കിയുള്ള സൂഫി ട്രഡീഷനെ കുറിച്ച് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി.